ഹായ് ഫ്രണ്ട്സ്, 29/9/2025 ചേർന്ന PSC യോഗം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ച വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? 2025 ഒക്ടോബർ 15 ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കും. പിന്നീട് നമുക്ക് പ്രൊഫൈൽ വഴി അപേക്ഷിക്കാം. നമുക്ക് ഈ വീഡിയോയിലൂടെ ഈ തസ്തികയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. ഈ തസ്തികയിലെ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് ജോലി നേടിയ നമ്മുടെ ടെലിഗ്രാം ചാനലിലെ ഒരു അഡ്മിന്റെ കൂടെ സഹായത്തോടെയാണ് ഈ വീഡിയോ പ്രസിദ്ധീകരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കാൻ PSC തീരുമാനിച്ചപ്പോൾ മുതൽ ഈ തസ്തികയെക്കുറിച്ചൊക്കെ വിവരിച്ച് നിരവധി വീഡിയോകൾ നിങ്ങൾ ഇതിനകം കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവും ആയ വശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി, ബോർഡ്, കോർപ്പറേഷനുകൾ തുടങ്ങിയവയിലേക്കുള്ള അസിസ്റ്റന്റ്, കാഷ്യർ എന്നിങ്ങനെയുള്ള തസ്തികകളിലേക്കാണ് നിയമനം ലഭിക്കുക. സർക്കാരിന് ലാഭത്തിലും നഷ്ടത്തിലും പ്രവർത്തിക്കുന്ന കമ്പനി, ബോർഡ്, കോർപ്പറേഷനുകൾ എന്നിവയുണ്ട്. അതിനാൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 2 നോട്ടിഫിക്കേഷനുകളായിട്ടാണ് പ്രസിദ്ധീകരിക്കാറുള്ളത്. ലാഭം ഉണ്ടാക്കുന്നതും ജീവനക്കാർക്ക് മികച്ച ആനുകൂല്യങ്ങൾ നൽകുന്നതുമായവ ഒരു നോട്ടിഫിക്കേഷനിലും, നഷ്ടമുണ്ടാക്കുന്നതും കൃത്യമായി ശമ്പളം പോലും നൽകാൻ ബുദ്ധിമുട്ടുന്നതുമായവ മറ്റൊരു നോട്ടിഫിക്കേഷനുമായിട്ടാണ് പ്രസിദ്ധീകരിക്കുക. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ കമ്പനി, ബോർഡ്, കോർപ്പറേഷനുകളിലും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും. എന്നാൽ LGS, LDC, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള തസ്തികകൾക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിയമനം ലഭിച്ചാലും അടിസ്ഥാന ശമ്പളവും ആനുകൂല്യങ്ങളും ഒരുപോലെയായിരിക്കും. അതിനാൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി സീരിയസ് ആയി തയ്യാറെടുക്കുന്നവർ നല്ല റാങ്ക് വാങ്ങാനും റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടാൽ നിങ്ങളുടെ ടേൺ വരുന്ന മുറയ്ക്ക് മികച്ച സ്ഥാപനങ്ങളിലെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യിക്കാനും ശ്രമിക്കണം. ഇനി നമുക്ക് ഈ തസ്തികയിലേക്ക് PSC മുൻപ് വിളിച്ച നോട്ടിഫിക്കേഷൻ ഒന്ന് പരിശോധിച്ചു നോക്കാം. ആദ്യത്തേത് നോട്ടിഫിക്കേഷൻ നമ്പർ 653/2021 30/12/2021 നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത്. തസ്തികയുടെ പേര് ജൂനിയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2, LDC, ക്ലർക്ക്, ഫീൽഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഡിപ്പോർട്ട് അസിസ്റ്റന്റ് എക്സെട്ര. ഇതിൽ ഏത് വേണമെങ്കിലും ആകാം. നമ്മൾക്ക് കിട്ടുന്ന പർട്ടിക്കുലർ കമ്പനി അല്ലെങ്കിൽ ബോർഡ് അല്ലെങ്കിൽ കോർപ്പറേഷൻ ഏതാണോ അവിടെ ഈ പേരുകൾ വ്യത്യാസപ്പെടും. ഇതിന്റെ യോഗ്യതയും കാര്യങ്ങളും ഒക്കെ ഒന്ന് തന്നെയാണ്. ഇനി പേ സ്കെയിൽ നോക്കിയാൽ കമ്പനി, ബോർഡ്, കോർപ്പറേഷൻ ഇവ മാറുന്നതനുസരിച്ച് ശമ്പളത്തിലും ആനുകൂല്യങ്ങൾക്കും ഒക്കെ വ്യത്യാസമുണ്ടായിരിക്കും. അതുകൊണ്ടാണ് പേ സ്കെയിൽ അവര് തരാത്തത്. അംഗീകൃത ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്കെല്ലാം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ഇനി പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്കാർക്ക്. പിന്നെ റിസർവേഷൻ ഉള്ളവർക്ക് ഉയർന്ന പ്രായപരിധി നിയമാനുസൃതമായ ഇളവുകളുണ്ട്. OBCക്ക് 3 വർഷവും SC/STക്ക് 5 വർഷവുമാണ് നിലവിലുള്ളത്. ഇനി ഈ നോട്ടിഫിക്കേഷന്റെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. KSRTC, കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ, SC/ST ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, സിഡ്കോ, ഔഷധി, ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കേരള ഹെഡ്ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ്, കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ തുടങ്ങിയ കുറച്ച് വെൽഫെയർ ബോർഡുകളൊക്കെയാണ് ഇതിന്റെ കീഴിൽ വരുന്നത്. മുഴുവൻ സ്ഥാപനങ്ങളും അറിയണമെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക. ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കിയാൽ നോട്ടിഫിക്കേഷൻ നമ്പർ 26/2022 നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ച ഡേറ്റ് എന്ന് പറയുന്നത് 30/3/2022 ആണ്. തസ്തികയുടെ പേര് വരുന്നത് ജൂനിയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ കാഷ്യർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2, ക്ലർക്ക് ഗ്രേഡ് 1, ടൈം കീപ്പർ, സീനിയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ്, ജൂനിയർ ക്ലർക്ക് എക്സെട്ര. ഇതിലും ഓരോ കമ്പനി, ബോർഡ് അല്ലെങ്കിൽ കോർപ്പറേഷന്റെ കീഴിൽ വരുന്ന തസ്തികൾക്ക് വ്യത്യസ്ത പേ സ്കെയിലായിരിക്കും. അതുപോലെ തന്നെ യോഗ്യത ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. ഇനി പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്കാർക്ക്. പിന്നെ റിസർവേഷൻ ഉള്ളവർക്ക് ഉയർന്ന പ്രായപരിധി നിയമാനുസൃതമായ ഇളവുകളുണ്ട്. ഇനി പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ നോക്കിയാൽ KSFE, KSEB, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, കെൽട്രോൺ, കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കേരള വാട്ടർ അതോറിറ്റി, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഇവയൊക്കെ ലാഭത്തിൽ പ്രവർത്തിക്കുന്നവയാണെന്ന് പറഞ്ഞാലും KFTC, ലാൻഡ് ഡെവലപ്മെന്റ് ബോർഡ് പോലുള്ള സ്ഥാപനങ്ങൾ സാമ്പത്തികമായി മോശം സ്ഥിതിയിലുള്ളവയാണ്. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും പേരുകൾ ഞാനിവിടെ പറയുന്നില്ല. അത് മുഴുവൻ പറയണമെങ്കിൽ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതലായിപ്പോൾ. അതുകൊണ്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കാം ഏതൊക്കെ സ്ഥാപനങ്ങൾ ഈ നോട്ടിഫിക്കേഷനിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന്.
ഇനി ഉദ്യോഗാർത്ഥികൾക്ക് ഏത് കമ്പനി ബോർഡ് കോർപ്പറേഷനിൽ നിയമനം വേണം, ഏത് പേ സ്കെയിൽ വേണം എന്നൊന്നും തീരുമാനിക്കാനുള്ള അവകാശമില്ല എന്ന് PSC നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ് ശ്രദ്ധിക്കണം കേട്ടോ. ഏതാണ്ട് ഈ നോട്ടിഫിക്കേഷനോട് സമാനമായ നോട്ടിഫിക്കേഷൻ ആയിരിക്കും ഇനി വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ നോട്ടിഫിക്കേഷനൊക്കെ നോക്കിയത്. നോട്ടിഫിക്കേഷൻ നമ്പറും വർഷവും മാറും എന്നല്ലാതെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി നമുക്ക് ഈ തസ്തികയില് നിലവിലുള്ള റാങ്ക് ലിസ്റ്റും കൂടി ഒന്ന് നോക്കാം. ആദ്യത്തേത് റാങ്ക് ലിസ്റ്റിന്റെ നമ്പർ 106/2024 ROQ. കാറ്റഗറി നമ്പർ വരുന്നത് 653/2021. ഇത് നമ്മുടെ KSRTC പോലുള്ള നഷ്ട കമ്പനികൾ വരുന്ന നോട്ടിഫിക്കേഷനാണ്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന ഡേറ്റ് എന്ന് പറയുന്നത് 29/1/2024 ആണ്. ഈ ലിസ്റ്റ് 28/1/2027 അവസാനിക്കും. ഇനി നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് നോക്കിയാലും മെയിൻ ലിസ്റ്റില് 1734 പേരുണ്ട്. സപ്ലിമെന്ററി ലിസ്റ്റിലും ഇതിന് ആനുപാതികമായിട്ടുള്ള ആൾക്കാരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 53.67 മാർക്കായിരുന്നു. ഇനി വരുന്ന എക്സാമിന് ഇതേപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് വരണമെന്ന ഒരു നിർബന്ധവുമില്ല. ഒരു എക്സാമിന്റെ കട്ട് ഓഫ് മാർക്ക് ആ എക്സാം കഴിഞ്ഞ് അതിന്റെ നിലവാരം അനുസരിച്ച് മാത്രമേ നിശ്ചയിക്കാൻ പറ്റൂ. നിങ്ങൾ പല യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും, ഇന്ന എക്സാമിന് ഇത്ര കട്ട് ഓഫ് മാർക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും അത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു എക്സാമിന്റെ കട്ട് ഓഫ് മാർക്ക് നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എക്സാം കഴിഞ്ഞ് എക്സാമിന്റെ നിലവാരം, എത്ര പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നിങ്ങനെ പല കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി PSC ആണ് നിശ്ചയിക്കുന്നത്. ഇനി ഈ ലിസ്റ്റിൽ നിന്നും ഇതുവരെ നടന്ന അഡ്വൈസിന്റെ എണ്ണം 794 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ അതിൽ ഓപ്പൺ കാറ്റഗറി വരും, OBC വരും, SC ST വരും, അങ്ങനെ എല്ലാ കാറ്റഗറിയും വരും. ടോട്ടൽ 794 പേർക്ക് PSC ശുപാർശ പോയിട്ടുണ്ട്. ഇവരെല്ലാവരും ജോലിയിൽ പ്രവേശിച്ചു എന്ന് ഇതിനർത്ഥമില്ല. ജോയിൻ ചെയ്യാത്ത NJD ആയി പോയിട്ടുള്ളതുണ്ടാവും. ഈ വേക്കൻസികൾ തിരിച്ചു മറിച്ചും PSCയിലോട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യും. നമുക്കിനി ഈ അഡ്വൈസിലെ ഏറ്റവും പുതിയ നിയമന നില കൂടെ ഒന്ന് നോക്കാം. OC അഥവാ ഓപ്പൺ കോമ്പറ്റീഷനിൽ, അതായത് റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രം 809ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഈഴവ 812 വരെ, SC ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റ് 63 റാങ്ക് വരെ, ST ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റ് 19 റാങ്ക് വരെ, മുസ്ലിം 1100ാമത്തെ റാങ്ക് വരെ, ലത്തീൻ കാത്തലിക് അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ കാറ്റഗറിയില് സപ്ലിമെന്ററി ലിസ്റ്റ് 29 റാങ്ക് വരെ, OBC 806ാമത് റാങ്ക് വരെ, വിശ്വകർമ്മ 1026 വരെ, SIUC നാടാർ 855 വരെ, ഹിന്ദു നാടാർ 1572ാമത്തെ റാങ്ക് വരെ, SCCC ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റില് 3ാം റാങ്ക് വരെ, ധീവര 1021 വരെയുള്ള ആളുകൾക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ EWS ഇക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ 833ാമത് വരെ റാങ്കുള്ള ആളെയും അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലിസ്റ്റ് കൂടെ നോക്കാം. റാങ്ക് ലിസ്റ്റിന്റെ നമ്പർ 277/2024 ROQ ആണ്. കാറ്റഗറി നമ്പർ വരുന്നത് 26/2022. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന തീയതി 13/3/2024 ആണ്. 12/3/2027 ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. ഇതിന്റെ മെയിൻ ലിസ്റ്റില് 3763 പേരുണ്ട്. ഇതിന് ആനുപാതികമായി സപ്ലിമെന്ററി ലിസ്റ്റിലും ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് വരുന്നത് 43.33 ആണ്. അത് നേരത്തെ പറഞ്ഞ പോലെ പരീക്ഷയുടെ നിലവാരം, റാങ്ക് ലിസ്റ്റിൽ എത്ര പേരെ ഉൾപ്പെടുത്തണം എന്നതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് PSC തീരുമാനിക്കുന്നത്. ഉയർന്ന നിലവാരമുള്ള എക്സാം ആണെങ്കിൽ സാധാരണ എല്ലാവർക്കും മാർക്ക് കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് കട്ട് ഓഫ് മാർക്ക് കുറയും. ഇനി എക്സാം സിമ്പിൾ ആണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് കൂടും. അതുകൊണ്ട് നടക്കാത്ത പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. പിന്നെ പ്രവചിക്കാം, പക്ഷെ അത് ശരിയാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ ലിസ്റ്റിൽ നിന്നും ഇതുവരെ ആകെ 1621 അഡ്വൈസ് പോയിട്ടുണ്ട്. അതില് ഓപ്പൺ കോമ്പറ്റീഷനില് 1314ാമത് റാങ്ക് വരെയും, ഈഴവ 1310ാമത് റാങ്ക് വരെയും, SC ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റില് 60ാം റാങ്ക് വരെ, ST ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റില് 33ാമത് റാങ്ക് വരെ, മുസ്ലിം മെയിൻ ലിസ്റ്റില് 2095ാമത് റാങ്ക് വരെ, ലത്തീൻ കാത്തലിക് അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ കാറ്റഗറി ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റ് 6ാമത്തെ റാങ്ക് വരെ, OBC 1316ാമത്തെ റാങ്ക് വരെയും, വിശ്വകർമ്മ 1609ാമത്തെ റാങ്ക് വരെയും, SIUC നാടാർ 1870, SCCC സപ്ലിമെന്ററി 3, ധീവര 1556, ഹിന്ദു നാടാർ 3110. പിന്നെ ഡിഫറന്റ്ലി ഏബിൾ ആയിട്ടുള്ളവരുടെ നിയമനത്തിലെ നമുക്ക് ഈ ലിസ്റ്റ് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ തസ്തികകളുടെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യം
പോസിറ്റീവ് വശങ്ങൾ നോക്കാം. ധാരാളം നിയമനങ്ങൾ നടക്കുന്ന ഒരു തസ്തികയാണിത്. PSC നടത്തുന്ന മറ്റേത് പരീക്ഷയെ അപേക്ഷിച്ച് നോക്കിയാലും ഏറ്റവും അധികം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു തസ്തികയാണ്. കൂടുതൽ ആളുകളെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തുടങ്ങിയ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന റാങ്ക് ലിസ്റ്റിനേക്കാൾ 2 മുതൽ 4 മടങ്ങ് വരെ അധികം ആളുകളെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നു. മറ്റ് തസ്തികകളെ അപേക്ഷിച്ച് നോക്കിയാൽ കൂടുതൽ NJD വേക്കൻസികൾ വരുന്ന ഒരു തസ്തികയാണിത്. ഈ തസ്തികയുടെ തന്നെ 2 റാങ്ക് ലിസ്റ്റിലും ഉൾപ്പെടുന്ന നിരവധി ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകാറുണ്ട്. അവരിൽ ഭൂരിഭാഗവും നല്ല ശമ്പളമുള്ള ജോലിയെ തിരഞ്ഞെടുക്കൂ. ഇനി ഡിപ്പാർട്ട്മെന്റിൽ മികച്ച ജോലിയുള്ളവർ ഈ തസ്തികയിലേക്ക് വരാൻ വിമുഖത കാണിക്കും. കാരണം ഡിപ്പാർട്ട്മെന്റിൽ ശമ്പളം നൽകുന്നത് സർക്കാരാണ്. എന്നാൽ കമ്പനി ബോർഡുകളിൽ ശമ്പളം നൽകുന്നത് അതത് സ്ഥാപനങ്ങൾ തന്നെയാണ്. കൂടാതെ ഈ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് മറ്റ് ജോലികൾ ഉള്ളവരാണെങ്കിൽ അവരുടെ ഡിലീഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ലിസ്റ്റ് ആയതുകൊണ്ടും കൂടുതൽ NJD അല്ലെങ്കിൽ ഡിലീഷൻ സാധ്യത ഉള്ളതുകൊണ്ടും ഈ തസ്തികയിൽ നിയമനം കുറെ കൂടി വേഗത്തിലായിരിക്കും. ഇതൊക്കെയാണ് ഈ തസ്തികകളുടെ പോസിറ്റീവ് വശങ്ങൾ. ഇനി നെഗറ്റീവ് വശം എന്തൊക്കെയാ നോക്കാം. മികച്ചതോ മോശമായതോ ആയ ജോലി കിട്ടാനുള്ള സാധ്യത. ഈ റാങ്ക് ലിസ്റ്റിൽ മികച്ച റാങ്ക് വാങ്ങിയാൽ പോലും ചിലപ്പോൾ മോശം സാമ്പത്തിക നിലയുള്ള സ്ഥാപനത്തിലാകാം നിയമനം ലഭിക്കുക. ഒരേ റാങ്ക് ലിസ്റ്റിലുള്ളവർ, ഒരേ അടിസ്ഥാന യോഗ്യതയുള്ളവർ തന്നെ ഓരോ സ്ഥാപനങ്ങളിലും ഓരോ പേ സ്കെയിലിൽ ജോലി ചെയ്യേണ്ടി വരും. ഒരു സർക്കാർ ജോലി കിട്ടിയാൽ ജീവിതം രക്ഷപ്പെട്ടു എന്ന് കരുതാം. എന്നാൽ ഈ തസ്തികയിൽ നിന്ന് ഏതെങ്കിലും നഷ്ട തസ്തികകളിലാണ് നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നതെങ്കിൽ ഒരു സർക്കാർ ജോലിയുടേതായ ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചെന്ന് വരില്ല. ഉദാഹരണത്തിന് നമ്മുടെ KSRTC. ഇനി കമ്പനി അല്ലെങ്കിൽ ബോർഡുകള് സ്വകാര്യവൽക്കരിക്കുക എന്ന ഭയം എപ്പോഴും ജീവനക്കാർക്കിടയിൽ ഉണ്ടാകും. മികച്ച ശമ്പളവും ആനുകൂല്യങ്ങളും നൽകുന്ന വലിയ വലിയ കമ്പനികളുണ്ട്. അതായത് KSFE, KSEB പോലുള്ളവ. അവർക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ബ്രാഞ്ചുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കമ്പനികളിൽ നിയമനം ലഭിക്കുന്നവർക്ക് സ്വാഭാവികമായും വീടിനടുത്ത് തന്നെ ജോലി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ചില നഷ്ട കമ്പനികളുമുണ്ട്. അവർക്ക് നഷ്ടമുണ്ടാകും, ശമ്പളം കൊടുക്കാൻ പോലും ഗതിയില്ലായിരിക്കും, അവർക്ക് ബ്രാഞ്ചുകളും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ചെറിയ ശമ്പളത്തിൽ ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യേണ്ടി വന്നേക്കാം. അതൊരു പോസിബിലിറ്റിയാണ്. എന്ന് വെച്ച് എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ഉദാഹരണത്തിന് KSRTC പോലുള്ള നഷ്ട കമ്പനികളാണെങ്കിൽ പോലും KSRTCക്ക് എല്ലായിടത്തും ബ്രാഞ്ചുകൾ ഉള്ളതുകൊണ്ട് KSRTC ജോലി കിട്ടുന്നവർക്ക് വീടിനടുത്ത് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഒരു പോസിബിലിറ്റി മാത്രമാണ്. ഓരോ കമ്പനി ബോർഡുകളിലും പ്രൊമോഷൻ സാധ്യതകൾ വ്യത്യാസപ്പെട്ടിരിക്കും. ഈ ഒരു കാര്യം ഡിപ്പാർട്ട്മെന്റിലും വ്യത്യസ്തമല്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മികച്ച രീതിയിൽ തയ്യാറെടുക്കുന്നവർക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം. അതിൽ ഭാഗ്യമുള്ളവർക്ക് മികച്ച സ്ഥാപനത്തിൽ ജോലിയും ലഭിക്കും. ഇനി നമുക്കിതിന്റെ സിലബസിനെ കുറിച്ച് നോക്കാം. PSC നോട്ടിഫിക്കേഷൻ വിളിച്ച ശേഷം പുതുക്കിയ സിലബസ് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വട്ടം നടന്ന പരീക്ഷയുടെ സിലബസ് അന്നത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ സമാന സിലബസ് ആയിരുന്നു. ഇത്തവണ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് സിലബസ് മാറ്റമുള്ളതുകൊണ്ട് സമാനമായി ഈ തസ്തികയിലും സിലബസ് മാറ്റത്തിന് സാധ്യതയുണ്ട്. ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായ തസ്തികയായതുകൊണ്ട് പ്രിലിമിനറി പരീക്ഷയുണ്ടാകുമെന്ന് ഉറപ്പാണ്. മെയിൻസ് പരീക്ഷ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മാതൃകയിൽ 2 മെയിൻസ് പരീക്ഷകൾ നടത്താനാണ് സാധ്യത. കമ്പനി ബോർഡുകളിലെ ജീവനക്കാർക്ക് മാനേജറിയൽ സ്കില്ലുകൾ അത്യാവശ്യമാണ്. അതിനാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റേതിന് സമാനമായ മെയിൻ സിലബസിനാണ് സാധ്യത. എന്നാൽ ഈ 2 തസ്തികകളിലേക്കും മെയിൻ സപ്ലിമെന്ററി ലിസ്റ്റുകളിൽ മൊത്തം 10,000-ലധികം ആളുകളെ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളതിനാൽ ഇന്റർവ്യൂ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എന്തായാലും നമുക്ക് സിലബസിനായി കാത്തിരിക്കാം. ഇനി പരീക്ഷയെക്കുറിച്ച്. ഈ തസ്തികയിലെ നിലവിലെ റാങ്ക് ലിസ്റ്റുകൾ 2027 ആദ്യ മാസങ്ങളിൽ അവസാനിക്കും. ആയതിനാൽ ഈ വർഷം നോട്ടിഫിക്കേഷൻ വിളിക്കാനും അടുത്ത വർഷം അതായത് 2026 പകുതിയോടെ പ്രിലിമിനറി പരീക്ഷകൾ നടത്താനും അടുത്ത വർഷം അവസാന മാസങ്ങളിൽ മെയിൻസ് പരീക്ഷ നടത്താനും സാധ്യതയുണ്ട്. LDC, LGS, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികകളിലെ പോലെ ലിസ്റ്റ് അവസാനിച്ച ഉടൻ തന്നെ പുതിയ ലിസ്റ്റ് തയ്യാറാക്കുന്ന പതിവൊന്നും കമ്പനി ബോർഡ് തസ്തികയ്ക്കില്ല. കൂടാതെ 10,000-ഓളം ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും മറ്റും നടത്താൻ കാലതാമസം എടുത്തേക്കാം. ആയതിനാൽ 2027 പകുതിയോടെ റാങ്ക് പട്ടികകൾ പ്രസിദ്ധീകരിക്കാനാണ് സാധ്യത കാണുന്നത്. ഇനി കട്ട് ഓഫ്. നോട്ടിഫിക്കേഷൻ പോലും വിളിക്കാത്ത, പരീക്ഷ നടക്കാത്ത, പരീക്ഷ കഴിഞ്ഞ് അതിന്റെ നിലവാരം അറിയാതെ കട്ട് ഓഫ് പ്രവചിക്കാൻ ആർക്കും കഴിയില്ല. ഏതൊരു പരീക്ഷയാണെങ്കിലും പരീക്ഷ കഴിഞ്ഞ് അതിന്റെ നിലവാരം അറിയാതെ കട്ട് ഓഫ് പ്രവചിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് കട്ട് ഓഫ് തിരക്കി നടക്കാതെ
പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഇനി യൂട്യൂബിലും മറ്റും കട്ട് ഓഫ് എന്ന വാക്ക് കണ്ട് അതിന്റെ പിന്നാലെ പോയി സമയം കളയാതിരിക്കുക. നിങ്ങൾ കൃത്യം കട്ട് ഓഫ് മാർക്ക് നേടിയാൽ ലിസ്റ്റിൽ ഏറ്റവും പിന്നിലായിരിക്കും നിങ്ങളുടെ സ്ഥാനം. അതിനാൽ 100-ൽ 100 നേടാനുള്ള രീതിയിലായിരിക്കണം നിങ്ങളുടെ പരിശ്രമം. കട്ട് ഓഫ് എന്ന വാക്ക് ഒരു PSC ഉദ്യോഗാർത്ഥിയുടെ മനസ്സിൽ ഉണ്ടാകാനേ പാടില്ല. ഇനി ഈ പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാമെന്ന് നോക്കാം. ഡിഗ്രി യോഗ്യതയുള്ള പരീക്ഷയായതിനാൽ നല്ല തയ്യാറെടുപ്പ് വേണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. 2 പട്ടികകളിലെയും ചേർത്ത് 10,000-ലധികം ആളുകളെ മെയിൻ സപ്ലിമെന്ററി ലിസ്റ്റുകളിൽ ഉൾപ്പെടുത്തുന്നതിനാൽ പ്രിലിമിനറി തന്നെ 50,000-ന് മുകളിൽ ആളുകൾ യോഗ്യത നേടും. നമ്മൾ ഒരിക്കലും പ്രിലിംസിന് വേണ്ടി പഠിച്ച് പിന്നീട് പ്രിലിംസ് പാസ്സായിട്ട് മെയിൻസിന് പഠിക്കാം എന്ന് കരുതി ഇരിക്കരുത്. 2 പരീക്ഷകളിലും കോമൺ ആയി വരാൻ സാധ്യതയുള്ളതും എളുപ്പത്തിൽ പഠിച്ചു തീർക്കാവുന്നതും കൂടുതൽ മാർക്ക് ലഭിക്കുന്നതുമായ ടോപ്പിക്കുകൾ ആദ്യം പഠിക്കാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ ജോഗ്രഫി, ഭരണഘടന, ഇക്കണോമിക്സ്, കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നിവ നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് അത് വളരെ മികച്ച റിസൾട്ട് നൽകും. LGS മുതൽ ഡിഗ്രി തലം വരെ PSC മുൻപ് നടത്തിയ പരീക്ഷകളുടെ ചോദ്യപേപ്പർ വിശദമായി പഠിച്ചാൽ നിങ്ങൾക്കത് വളരെയേറെ ഗുണം ചെയ്യും. എന്നും ഒരു OMR പരീക്ഷ എഴുതിയാൽ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനും കൃത്യസമയത്ത് പരീക്ഷ എഴുതി തീർക്കാനും ഒക്കെ സാധിക്കും. ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്ന മിക്കവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് ടൈം തികയത്തില്ല. എത്ര മാനേജ് ചെയ്താലും മുഴുവൻ കറക്റ്റ് സമയത്ത് എഴുതി തീർക്കാൻ പറ്റില്ല. അപ്പം അതിനുള്ള ഒരേ ഒരു മാർഗം എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വീട്ടിലിരുന്ന് ടൈം വെച്ച് തന്നെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അത് മാത്രമേ ഉള്ളൂ അതിനൊരു സൊല്യൂഷൻ. ഇതിനായി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മുൻവർഷ പരീക്ഷകളുടെ ചോദ്യങ്ങൾ ലഭിക്കും. കൂടാതെ മുൻവർഷ പരീക്ഷകളുടെ ചോദ്യങ്ങൾ വിശകലനം ചെയ്യുന്ന നമ്മുടെ യൂട്യൂബ് വീഡിയോ ക്ലാസുകളും നിങ്ങൾക്ക് ഉപകാരപ്പെടും. കൂടാതെ MEM PYQ മാത്രം ഉൾപ്പെടുത്തുന്ന എയിം ഫോർ PSC MEM ചാനൽ കൂടെ നിങ്ങളുടെ പഠനത്തെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. PYQ പഠിക്കുന്നതിന് മറ്റൊരു പ്രധാന ഗുണം നമുക്ക് പരീക്ഷയുടെ എല്ലാ മേഖലകളും എന്നും ടച്ച് ചെയ്തു പോകാൻ സാധിക്കുമെന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതും പഠിക്കാൻ മടിയുള്ളതുമായ ഭാഗങ്ങൾ എന്നും PYQ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഏത് മേഖലയിലാണ് കൂടുതൽ വീക്ക് എന്നും അറിയാൻ സാധിക്കും. നിങ്ങൾ എന്തൊക്കെ പഠിച്ചാലും അതെല്ലാം പരീക്ഷാ ഹാളിൽ ഒരു OMRൽ വേണം എഴുതി ജയിക്കാൻ എന്ന് മറക്കരുത്. ഇനി സ്കൂൾ പാഠപുസ്തകങ്ങളുടെ പ്രാധാന്യം നിങ്ങൾക്കറിയാമല്ലോ. അതിനാൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ 5 മുതൽ +2 വരെയുള്ള പാഠപുസ്തകങ്ങൾ കൂടി നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തണം. ചുരുക്കി പറഞ്ഞാൽ PYQ + SCRT ആയിരിക്കണം തുടക്കത്തിൽ നിങ്ങളുടെ പ്രധാന പഠന മേഖല. സിലബസ് വന്ന ശേഷം സിലബസ് അടിസ്ഥാനമാക്കിയുള്ള പഠനത്തിൽ ശ്രദ്ധിക്കാം. ഈ സമയത്തും PYQ പ്രാക്ടീസ് ചെയ്യാനും SCRT കൂടെ പഠിക്കാനും ശ്രമിക്കണം. ഡിഗ്രി തലം വരെ യോഗ്യതയുള്ള ഒരാൾ നിശ്ചയമായും യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഒരു ജോലിക്ക് ശ്രമിക്കണം. അതുകൊണ്ട് നിങ്ങൾ PSC പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിലും ഡിഗ്രി യോഗ്യതയുള്ളവരും എന്നാൽ 10+2 യോഗ്യതയുള്ള ജോലികളിൽ നിയമിക്കപ്പെട്ടവരാണെങ്കിലും ഈ പരീക്ഷയ്ക്കായി വാശിയോടെ പഠിക്കുക. PSC അടിക്കടി നോട്ടിഫിക്കേഷൻ വിളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ പരീക്ഷയ്ക്ക് പഠിച്ച് നിങ്ങൾ തോറ്റുപോയാലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓരോ പെയ്ഡ് കോഴ്സുകൾ നടത്തുന്നവരുടെ തള്ളി വിശ്വസിക്കാതെ ഇരിക്കുക. ഓരോ ജോലിക്കും അതിന്റേതായ പോസിറ്റീവ് നെഗറ്റീവ് വശങ്ങൾ ഉണ്ടാകും. നമുക്ക് കംഫർട്ടായ ജോലി ലഭിക്കും വരെ പഠനം നിർത്തരുത്. കട്ട് ഓഫ് എന്ന വാക്ക് ഇപ്പോൾ തന്നെ മറക്കുക. നിങ്ങൾക്ക് മികച്ച ഒരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ വിജയത്തിൽ നമ്മുടെ ഈ ചെറിയ ചാനലും ഭാഗമാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു. ഹാപ്പി ലേണിംഗ്.